മുഹമ്മദ് സിനാന്റെ ജീവൻ അപഹരിച്ച കാർ അപകടം കേവലം ഒരു യാദൃച്ഛികമായി ഉണ്ടായ ഒന്നല്ലെന്നും മറിച്ച് ഒരു ക്രിമിനൽ കുറ്റവാളിയുടെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ വാഹനാഭ്യാസത്തിന്റെ ദാരുണമായ അന്ത്യമായിരുന്നുവെന്നും തെളിയുകയാണ്. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശിയായ പഴംപറമ്പിൽ ഷജീർ എന്ന സദ്ദാം നടത്തിയ അപകടകരമായ സാഹസികതയാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ 14-കാരന്റെ മരണം ഇരന്നു വാങ്ങിയത്. ഞായറാഴ്ച വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം കടപ്പുറത്ത് സമയം ചെലവഴിക്കാനെത്തിയ കുട്ടികളെ കാറിൽ കയറ്റി ഇയാൾ നടത്തിയ മരണക്കളി ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അപകടത്തിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതിയെ കയ്പമംഗലം പോലീസ് സാഹസികമായി പിടികൂടി. നരഹത്യക്ക് കേസെടുത്തതോടെ ഈ സംഭവത്തിന്റെ ക്രൂരമായ ഉള്ളറകൾ ഓരോന്നായി പുറത്തു വന്നു. അപകടം നടന്ന ദിവസം വൈകുന്നേരം 6 മണിയോടെ ചാമക്കാല ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുഹമ്മദ് സിനാനും സുഹൃത്തുക്കളായ മുഹമ്മദ് ഷഫീർ, അമീർ എന്നിവരും. ഈ സമയത്താണ് ഷജീർ തന്റെ വാഹനവുമായി കടപ്പുറത്തെത്തിയത്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയും മറ്റുള്ളവരുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചും മണൽപ്പരപ്പിലൂടെ കാർ അമിത വേഗത്തിൽ പായിച്ചും വെട്ടിച്ചും ഇയാൾ അഭ്യാസം തുടങ്ങിയിരുന്നു. കൗതുകത്തോടെ നോക്കി നിന്ന കുട്ടികളെ പ്രലോഭിപ്പിച്ച് ഇയാൾ വാഹനത്തിനുള്ളിൽ കയറ്റുകയായിരുന്നു. മണലിൽ വാഹനം അതിവേഗം വട്ടം കറക്കിയും പെട്ടെന്ന് ബ്രേക്ക് ഇട്ടും നടത്തിയ ഈ സാഹസികത ഒടുവിൽ നിയന്ത്രണം തെറ്റി വാഹനം കീഴ്മേൽ മറിയുന്നതിലേക്കാണ് അവസാനിച്ചത്. വാഹനം മറിഞ്ഞാഘാതത്തിൽ കാറിനുള്ളിൽ ഇരുന്നിരുന്ന സിനാൻ പുറത്തേക്ക് തെറിച്ചു പോവുകയും മറിഞ്ഞ കാറിനടിയിൽ പെടുകയുമായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടുവെങ്കിലും സിനാന്റെ നില അതീവ ഗുരുതരമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതിയായ ഷജീർ ഒരു സാധാരണ വാഹന ഡ്രൈവർ മാത്രമല്ലെന്നും നാടിന്റെ സമാധാനത്തിന് ഭീഷണിയായ ഒരു കുപ്രസിദ്ധ കുറ്റവാളിയാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വധശ്രമം, സാമ്പത്തിക തട്ടിപ്പ്, അടിപിടി തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ 11ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാള്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഇത്രയും നിരുത്തരവാദപരമായി പൊതുസ്ഥലത്ത് വാഹനം കൈകാര്യം ചെയ്തത് കരുതിക്കൂട്ടിയുള്ള അപകടത്തിന് തുല്യമാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അപകടം നടന്നയുടനെ പരിക്കേറ്റ കുട്ടികളെ സഹായിക്കുന്നതിന് പകരം രക്ഷപ്പെടാനാണ് ഇയാൾ ശ്രമിച്ചത്. എന്നാൽ നാട്ടുകാരുടെയും പോലീസിന്റെയും കൃത്യസമയത്തുള്ള ഇടപെടൽ പ്രതിയെ പിടികൂടാൻ സഹായിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അതിവേഗം അന്വേഷണം വ്യാപിപ്പിക്കുകയും ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു. കേസന്വേഷണത്തിന്റെ ഭാഗമായി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. അപകടം നടന്ന വാഹനം കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് വിഭാഗം വിശദമായ പരിശോധന നടത്തിക്കഴിഞ്ഞു. മണൽപ്പരപ്പിലെ ടയർ അടയാളങ്ങളും വാഹനത്തിന് സംഭവിച്ച തകരാറുകളും വിശകലനം ചെയ്തതിൽ നിന്ന് വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്നും അഭ്യാസ പ്രകടനം നടന്നിരുന്നുവെന്നും സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതിയുമായി ചാമക്കാല കടപ്പുറത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൃത്യം നടന്ന രീതിയും കുട്ടികളെ കാറിൽ കയറ്റിയ സാഹചര്യവും പ്രതി പോലീസിനോട് വിവരിച്ചു. നരഹത്യയ്ക്ക് പുറമെ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കിയതിനും മറ്റ് ക്രിമിനൽ വകുപ്പുകൾ പ്രകാരവും ഇയാൾക്കെതിരെ ശക്തമായ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പള്ളിത്തറ വീട്ടിൽ ഫൈസലിന്റെ മകനായ മുഹമ്മദ് സിനാന്റെ വിയോഗം ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പഠനത്തിലും മറ്റ് കായിക പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയിരുന്ന സിനാൻ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു ക്രിമിനൽ കുറ്റവാളിയുടെ വിനോദത്തിന് ബലിയാടാകേണ്ടി വന്ന സിനാന്റെ മരണം കടപ്പുറങ്ങളിലെ വാഹന നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികളും കുട്ടികളും ധാരാളമായി എത്തുന്ന കടപ്പുറങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾ കയറ്റി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് തടയാൻ കർശനമായ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. പോലീസ് പെട്രോളിംഗ് ശക്തമല്ലാത്ത ഇടങ്ങളിൽ ഇത്തരം സാമൂഹിക വിരുദ്ധർ താവളമാക്കുന്നത് തടയാൻ അധികൃതരും തയ്യാറാകണം. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI-മാരായ TV ഋഷിപ്രസാദ്, ജയകുമാർ, GSI ജെയ്സൺ, CPO-മാരായ ആന്റണി ജോസഫ് എന്നിവരടങ്ങിയ സംഘമാണ് കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സമാനമായ രീതിയിൽ പൊതുസ്ഥലങ്ങളിൽ അഭ്യാസം നടത്തുന്നവർക്കുള്ള താക്കീതാണ് ഈ അറസ്റ്റ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് ലൈസൻസ് നൽകുന്നതിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്നതിലും കൂടുതൽ കർശനമായ പരിശോധനകൾ ആവശ്യമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു.